കൊച്ചി പറവൂരിലെ നാലംഗ കുടുംബത്തിന്റെ ദുരിത കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 2018 ലൈവ് മിഷനിൽ വീടിന് അപേക്ഷ കൊടുത്തു. എന്നാൽ വീട് വാസയോഗ്യമെന്ന് കാണിച്ച് ലൈവ് മിഷനിൽ അനുവദിച്ചില്ല. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വ്യാസയോഗ്യമെന്ന് പറഞ്ഞ വീട് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇപ്പോൾ താമസിക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നു പറവൂരിലെ ഒരു നാലംഗ കുടുംബം. എനിക്ക് നല്ല വീട്ടിലൊക്കെ കിടക്കണമെന്നുണ്ട്. എനിക്ക് നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കൂട്ടുകാരികൾക്ക് നല്ലൊക്കെ വീടാണ്. എനിക്ക് അതേപോലത്തെ ഒരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കാനൊക്കെ ഈ വീട്ടിൽ നിന്നാ പറ്റില്ല. ഇടക്ക് ഈ മഴയും കാര്യങ്ങളൊക്കെ ചോരും, അപ്പോൾ ബുക്കൊക്കെ നനയും. അപ്പോൾ അത് വെയിലത്തൊക്കെ വെച്ചാണ് ഉണക്കണത്. എൻ്റെ പേര് സുദർശനൻ. ഞങ്ങൾ 4 മക്കളാണ്. മൂത്തതാണ്. എൻ്റെ ഇടയിൽ 2 പെൺകുട്ടികൾ, ഏറ്റവും ലാസ്റ്റാണ്. ഈ വീട് മലളം കയറിയ പിന്നെ ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ സർട്ടിഫിക്കറ്റുകൾ പോരാന്ന് പറഞ്ഞ് പരമാവധി കഷ്ടപ്പെട്ട് ഓരോ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു കൊടുക്കുകയും ലാസ്റ്റ് ലോൺ പാസ്സായെന്ന് പറഞ്ഞ് വിളിച്ചന്ന് നിലം പുരയിടമാക്കണം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൃഷിഭവനിൽ ചോദിച്ചാൽ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ അവിടുത്തെ BU പറഞ്ഞ് ആ BUവിനെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞത്. പഴയ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് വാസയോഗ്യമാണെന്നാണ് പറഞ്ഞ് എഴുതിയത്. ചൊവ്വാഴ്ച ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്. അപ്പം ഞങ്ങളിവിടെ കിടക്കമാണ്. ഞങ്ങൾക്ക് ആരും ഒന്നും ചെയ്യണില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. 2 ജോഡി യൂണിഫോം മോനുണ്ട്. അതും ഒക്കെ നനഞ്ഞു പോയി. ഒരെണ്ണം ഞാൻ തേച്ച് കഴുകി ഇപ്പം എടുത്ത് ഉണക്കിയത്. ആ ഒരു റൂം തേച്ചിട്ട് പോലുമില്ല. ആ റൂമിൽ കിടന്നിട്ട് എൻ്റെ മോളെ സന്തോഷം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഇങ്ങനത്തെ ഒരു റൂമെങ്കിലും ഞങ്ങൾക്ക് വേണോ അമ്മയെന്നാണ് കൊച്ചു പറയണത്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയത് തന്ന ഞങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഞങ്ങൾ ശരിയാക്കൂല. ഞങ്ങളോട് എന്തിനും ഇങ്ങനെ ചെയ്യണേ? ഈ മക്കളെയും കൊണ്ട് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങുന്നതിന് ഇവർ കയറിയിറങ്ങാത്ത ഇടങ്ങളില്ല. ഇനി ആരുടെ മുൻപിലേക്കാണ് ഇവർ പോകേണ്ടത്? ചോദിക്കുന്നത് ഒരു വീടാണ്. കാണേണ്ടവർ എന്തുകൊണ്ടാണ് കണ്ണുകൾ അടയ്ക്കുന്നത്? ക്യാമറമാൻ അനന്തുവിനൊപ്പം അൻമരിയ സനി, 24.